ഇറ്റാലിയൻ മാർബിൾ വാങ്ങാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിനകത്തുള്ള ക്വാളിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പൊ ഫില്ലിംഗ് ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതെങ്ങനെയാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ യാർഡിൽ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ ഫില്ലിംഗ് മെറ്റീരിയൽ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞങ്ങളിവിടെ സെലക്ടഡ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. പക്ഷേ അതില് ഫില്ലിംഗ് കൂടുന്ന കല്ലുകളാണ് കൊമേഴ്ഷ്യലോട്ട് ഞങ്ങൾ മാറ്റുന്നത്. നാച്ചുറലി ബ്ലോക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടാവാം, ഫില്ലിംഗ് ഉണ്ടാവും, മച്ച ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. അങ്ങനെ വരുന്ന കാറ്റഗറി കല്ലുകൾ ഞങ്ങൾ മാറ്റിയിട്ട് അതിൽ നിന്ന് എക്സ്ട്രാ മെറ്റീരിയലാണ് ഫസ്റ്റ് ചോയ്സിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഈ യാർഡിൽ കൊണ്ടുവന്ന് വെച്ച് വെക്കുന്നത്. ഇവിടെ ക്വാളിറ്റി കല്ലുകൾ മാത്രമേ ഉള്ളൂ. ഇനി ആവശ്യക്കാർക്ക് നമ്മുടെ ഫാക്ടറിയിൽ കൊമേഴ്ഷ്യൽ കാറ്റഗറിയുള്ള മെറ്റീരിയൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഉണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാലൻസ് അത് ഇപ്പോൾ ഉള്ള വിലനേക്കാൾ 65 രൂപ കുറച്ചിട്ട് ഞങ്ങൾ സെല്ല് ചെയ്യും. കൊമേഴ്ഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാളിറ്റി. അതിൽ ഫില്ലിംഗ് അതിൽ പേര് ഒന്ന് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയന എന്ന് പറഞ്ഞാൽ ഡയന തന്നെ ആയിരിക്കും പേര്. പക്ഷെ അതിന്റെ കൊമേഴ്ഷ്യൽ കല്ലിൽ ഫില്ലിംഗ് ഉണ്ടാവാം, മച്ച ഉണ്ടാവാം, ചില ഏരിയകളിൽ എല്ലാം ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. പേരൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഇത് അധികം ആൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു വിഷയമുള്ള കാര്യം. അധികം ആളുകളും പോയിട്ട് ആ കളറിന്റെ ഡിസൈൻ മാത്രം നോക്കിയിട്ട് വാങ്ങി പോകുന്നത്. ഇതാണ് ശരിക്കുള്ള ഇറ്റാലിയൻ മാർബിൾ എന്ന് എല്ലാവരും പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നോക്കിയെടുക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വിശ്വാസമുള്ള സ്ഥലത്ത് വാങ്ങാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന ആളുകൾ? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലയന്റിനെ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുകൊണ്ട് എടുക്കണം എന്ന് പറയും. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം നാച്ചുറൽ സ്റ്റോൺ ആണ്. അതിൽ പറ്റാവുന്ന എന്തെല്ലാം കംപ്ലൈന്റ് ഉണ്ടാവാം എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. നാച്ചുറൽ ആണല്ലോ, അവർ എക്സ്പീരിയൻസ് ചെയ്യും. അതിലുണ്ടാവുന്ന നല്ലതും ചീത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്ലയന്റിന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ സാധനം കയറ്റി കൊടുക്കുള്ളൂ. ഇത് പ്യുവർലി ദൈവത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. ഞങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് ദൈവത്തിന്റെ പ്രൊഡക്റ്റിനിടയിൽ ഒരു ഇടനില മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വരാവുന്ന എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുക്കും, ഫസ്റ്റ് പറഞ്ഞു കൊടുക്കും. ലേയിങ്ങിന്റെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിന്റെ നമ്മുടേത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് ലേയിങ്ങിലും ബാക്കിയുള്ള വർക്കിലാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ നടത്തുന്നത്. അതിന് നല്ല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പാർട്ട്. ഇതൊരു 10 വർഷം ചില അധികം യൂസ് ചെയ്യാത്ത സ്ഥലത്തൊക്കെ 10-20 വർഷത്തേക്ക് ഒന്നും ആവില്ല. നല്ല ട്രാഫിക്കിൽ എടുത്താക്കാൻ പറ്റും 2-3 വർഷം 6-6 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 10 വർക്ക് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ബഫ് ചെയ്ത് പോളിഷ് ചെയ്യിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ക്ലോസറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കെമിക്കലോ ഇട്ടൊന്നും തുടയ്ക്കാൻ പാടില്ല. ഇത് പ്ലെയിൻ വാട്ടറിൽ നോർമൽ സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒത്തിരി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഇത് അനങ്ങൂല. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ തന്നെ താഴെ വരെ ഇത് പോളിഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. എല്ലാ അർത്ഥത്തിലും ഒരു അസറ്റാണ്. പിന്നെ ക്ലൈമറ്റ് വൈസിൽ നമ്മുടെ ആരോഗ്യത്തിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് പ്യൂർലി പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സാധനം.